ജയാ വിജയൻ, സരോജിനി സുരേന്ദ്രൻ, ബാക്കി എല്ലാ നേതാക്കന്മാരും, അതായത് ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് പുരുഷ നേതാക്കന്മാരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. രമാജി, അതുപോലെ തന്നെ നമ്മുടെ മഹിളകളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയാ വിജയൻ, സരോജിനി സുരേന്ദ്രൻ, ബാക്കി എല്ലാ നേതാക്കന്മാരും, അതായത് ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് പുരുഷ നേതാക്കന്മാരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. സ്റ്റേജിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും, എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, അതോടൊപ്പം തന്നെ എന്റെ സഹപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വനിതാ ദിനം എന്ന് പറഞ്ഞ ഒരു മാർച്ച് 8 ലോക വനിതാ ദിനം, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ വനിതാ ദിനം വെറുതെ വനിതാ ദിനമായിട്ട് ആചരിച്ചു പോകുന്നതിൽ ഒരു കാര്യവുമില്ല. ഈ സ്ത്രീകൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ പറയും സ്ത്രീകൾക്ക് എല്ലാത്തിനും തുല്യതയുണ്ട്, സ്ത്രീകൾ മുൻപന്തിയിലാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സ്ത്രീക്ക് അവർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ടോ, അവർക്ക് സുരക്ഷിതത്വമുണ്ടോ, ഇത് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരമില്ല. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ വനിതാ ദിനത്തിൽ നിന്ന് ഈ സോഷ്യലിസ്റ്റ് മഹിളാ ജനത ഒരു സംസ്ഥാന കൺവെൻഷൻ ഇവിടെ നടത്തിയതിന്റെ ഉദ്ദേശം തന്നെ മഹിളകളെ മഹിളാ ദിനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുക, മറ്റുള്ളവരിൽ നിന്നും സ്ത്രീകളെ സുരക്ഷിതത്വത്തോടെ കൊണ്ടുപോകാനുള്ള ആർജവം നമ്മളെല്ലാവരും തന്നെ നേടിയെടുക്കണം. കാരണം നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്ത്രീകളെ എല്ലാവരും സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീ സഹായം ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് നമുക്കറിയില്ല. എല്ലായിടത്തും നമ്മൾ 50-50 എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ബസ്സിലിരിക്കാൻ സീറ്റ് കിട്ടിയതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. നമുക്ക് മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് അർഹതപ്പെടുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അന്വേഷിക്കേണ്ടതും നേടിക്കൊടുക്കേണ്ടതും. ഈ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ട ഒരു ദിനമായി ഈ വനിതാ ദിനത്തെ നമ്മൾ ആചരിക്കുകയും അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു റാലിയായിട്ട് കൊണ്ടുപോയത്. എല്ലാവർക്കും അറിയാം, പക്ഷെ വനിതാ ദിനം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയല്ല, ഈ വനിതകളെ ഒറ്റക്കെട്ടായി നിന്ന് കാര്യങ്ങൾ എന്തിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയാലും സാധിക്കുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാക്കാം. ഇതിന്റെ എല്ലാം ഒരു നല്ലൊരു വശം പറയാനുള്ളത്, ഇപ്പൊ സോഷ്യലിസ്റ്റ് മഹിളാ ജനത ഈ പാർട്ടിയിൽ നമ്മുടെ മഹിളകൾക്ക് വേണ്ടി മാത്രം ഒരു വിഭാഗം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, സോഷ്യലിസ്റ്റ് ജനതാദൾ. ഞങ്ങൾ മഹിളാ ജനത ഉദ്ദേശിക്കുന്നത് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് സുരക്ഷിതത്തോടെ ജീവിക്കാനും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനും ഞങ്ങൾ ശ്രമിക്കുകയും ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും കൈകോർത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഒരു പാർട്ടി എന്നതിലുപരി ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കൂട്ടായ്മയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്, ഇടതും വലതും ഇവിടെ ഭരിച്ചു, സ്ത്രീകൾക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നെല്ലാം അവർ പറഞ്ഞതൊന്നും പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. പക്ഷെ നമുക്കിനിയിപ്പോ NDA ഒരു ഭരണം വന്നാൽ, ഇപ്പൊ നിങ്ങളെല്ലാരും 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദിജി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അവിടെ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കേരളത്തിലോട്ട് എത്തിയതായിട്ട് നമുക്കറിയില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകമാറ്റി മറ്റുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ ചിലവാക്കുന്നത്. ആദിവാസികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫണ്ടുണ്ട്, അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യങ്ങളാണ് അവരുടെ ചുറ്റുവട്ടത്തുള്ളത്. ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമുണ്ട്, ജീവൻ വരെ അപകടത്തിലായി മരിച്ചു കഴിയുമ്പോൾ സർക്കാർ ആനുകൂല്യം കൊടുക്കുകയും ആ സമയത്ത് ഓടിച്ചെന്ന് എന്തെങ്കിലും കാണിക്കുന്നതൊന്നും അല്ല. സ്ത്രീ സുരക്ഷ എന്നല്ല, ആദിവാസികളും ഈ വനമേഖലകളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണവും കൂടി
വാക്കാൽ മാത്രമുള്ള ഏറ്റെടുപ്പല്ല, അത് പ്രവൃത്തിയിലൂടെ ചെയ്ത് അവരെ സംരക്ഷിക്കണം. അവരും നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കണം. അങ്ങനെ ഒരു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സോഷ്യലിസ്റ്റ് മഹിളാ ജനത നമ്മളെ ആദിവാസി മേഖലയിലുള്ളവരെയും വനമേഖലയിലുള്ളവരെയും ഒക്കെ സംരക്ഷിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് വരികയാണ്. ഇതിനകത്ത് നിങ്ങളൊരു പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കണ്ട, NDA എന്ന് മാത്രം ധരിക്കുക. NDAയുടെ ഒരു ഭരണം ഇനിയുള്ള കാലം NDA മാത്രമേ നിലനിൽക്കൂ. NDA ഭരണം മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് ഗുണം ചെയ്യൂ. അത് മനസ്സിലാക്കി നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ പാർട്ടിയിലേക്ക് നിങ്ങൾ വരിക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീ സുരക്ഷ തന്നെയാണ്. നമ്മൾ സ്ത്രീ സുരക്ഷ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ എത്തിക്കാൻ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കി, അതിനറിവില്ലാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കിട്ടേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും മുൻപന്തിയിലുണ്ട്. സോഷ്യലിസ്റ്റ് മഹിളാ ജനത ഇതിനുവേണ്ടി മാത്രമായിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിൽക്കുക. നമ്മളുടെ സ്ത്രീകളെ മാത്രമല്ല, നമ്മുടെ എല്ലാ ജനങ്ങളെയും സുരക്ഷിതത്തോടെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിക്കൊടുക്കാനും ഞങ്ങൾ മുൻപിൽ എപ്പോഴും ഉണ്ടാകും. നിങ്ങളോടൊപ്പം, നമ്മുടെ സഹോദരിമാരോടൊപ്പം 24 മണിക്കൂറും നിങ്ങളോട് കൂടെ നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധരായിട്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു സൂചന മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു മഹിളാ സംസ്ഥാന സമ്മേളനം ഇവിടെ നടത്തുന്നത്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഈ വനിതാ ദിനത്തിൽ തന്നെ തിരഞ്ഞെടുത്തത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മഹിളകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് പറയുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ സർക്കാർ വന്നു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പോ പ്രസ്താവനകൾ ഇറക്കും. അതൊക്കെ വെറുതെ പ്രസ്താവനകൾ മാത്രമാണ്, ഒന്നും പ്രാബല്യത്തിൽ വരാറില്ല. പക്ഷേ NDA സോഷ്യലിസ്റ്റ് ജനതാദൾ നിങ്ങളോട് പറയുന്നു, സ്ത്രീകൾക്ക് എന്താണ് ആവശ്യം അത് ചെയ്തു തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നിങ്ങളിൽ എത്തിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് ചാരിറ്റി പ്രവർത്തനം കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളത് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് കുടുംബമില്ലാത്തവർക്കും ഭക്ഷണമില്ലാത്തവർക്കും വസ്ത്രമില്ലാത്തവർക്കും നമ്മൾ ഒറ്റയടിക്കെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം ഞാൻ പറയില്ല. പറയുന്നതേ ചെയ്യാവൂ, ചെയ്യുന്നതേ പറയാവൂ. അപ്പൊ ഒറ്റയടിക്കെല്ലാം ചെയ്തു തരാന്ന് പറയില്ല. സാവകാശം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും സോഷ്യലിസ്റ്റ് മഹിളാ ജനത, സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമെന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം ഈ മഹിളാ ദിനത്തിൽ വന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളെല്ലാ മഹിളകളും, എല്ലാ പുരുഷന്മാരെയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാലും മഹിളകളും ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുക. നമ്മളത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു തരും. അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇടുക്കിയിൽ നിന്നും നമ്മുടെ കുഞ്ഞമ്മ മേഡം ഒരു 10-20 ആളുകളുമായിട്ട് വന്നു. അവർക്ക് അവിടെ ഒത്തിരി ആവശ്യങ്ങളുണ്ടെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ രത്നമാജി വയനാട് നിന്ന് വന്നിട്ടുണ്ട്. അവിടെയും കുറെ ആവശ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ തിരക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും പോയി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നേരിട്ടറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ ആലുവയിൽ ഞങ്ങൾ പോയി, അവിടെയും കുറെ ആളുകൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ സാവകാശം നാളെ തന്നെ ചെയ്തു തരുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നില്ല. സാവകാശം ഞങ്ങളിത് ചെയ്തു തരും. അപ്പൊ നമുക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി NDA വിജയിപ്പിക്കുക. ഇപ്പൊ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഭരിച്ചത് നിങ്ങൾ കണ്ടു. അവര് ഭരിച്ചു മുടിപ്പിച്ചു പോയി. അതെല്ലാം പോയി. ഇനി നമ്മളെ ഇന്ത്യയെ, അതായത് ഇപ്പൊ കേരളത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു NDA ഭരണം തന്നെ വരണം. നമ്മൾ വികസിത രാജ്യം, വിശ്വാസ കേരളം എന്നുള്ള രീതിയിലാണ് നമ്മുടെ NDAയുടെ തന്നെ ആപ്തവാക്യം. എല്ലാവരെയും നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് വിശ്വസ്തയോടെ സുരക്ഷിതത്തോടെ നമുക്ക് ജീവിക്കാനും നമ്മുടെ ജീവിതമാർഗം സുരക്ഷിതമാക്കി നമ്മളുടെ ജീവിതോപാധി ഉള്ള കാര്യങ്ങൾ ചെയ്തു തരാനും നരേന്ദ്രമോദി സർക്കാർ നിലനിൽക്കുന്ന കാലത്തോളം നമുക്കെല്ലാം പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാൻ. ഇന്ന് യുദ്ധം നടക്കുമ്പോഴും നമ്മൾ സ്വസ്ഥമായും സമാധാനപരമായും നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മാത്രമായതുകൊണ്ടാണ്. വേറെ മറ്റുള്ള പ്രധാനമന്ത്രിമാരുടെ കാര്യമല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ ബലം, അദ്ദേഹം എന്ത് വിചാരിച്ചോ അത് അദ്ദേഹം നടത്തിയിരിക്കും. അതുകൊണ്ട് മറ്റുള്ള ഏത് രാജ്യക്കാരും നമ്മുടെ രാജ്യത്തോട് വരാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നിനും തയ്യാറാവില്ല. അദ്ദേഹം മനസ്സമാധാനത്തോടെ ഇറങ്ങാം. നമ്മുടെ പുറത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ഇത് സുരക്ഷിതമായി അവിടെ ജോലി ചെയ്യാനാവും. അപ്പൊ അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും NDA വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന.
അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വനിതകൾക്കും ഒരു വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.